കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വാദങ്ങൾ പൊളിയുന്നു. സമാന്തര യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്ത്. കുക്കു പരമേശ്വർ ഉൾപ്പെടെ 9 അംഗങ്ങൾ ചേർന്ന മിനിറ്റ്സ് ആണ് പുറത്തായത്. അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുകയോ തിരുത്തുകയോ വേണമെന്നാണ് ജനറൽ കൗൺസിൽ അംഗങ്ങളുടെ ശക്തമായ ആവശ്യം. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടിൻഡു, കഴിഞ്ഞ ദിവസം ഈ രഞ്ജിത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു താൻ രാജിവെക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലൊരു സാഹചര്യം ചലച്ചിത്ര അക്കാദമിയിലെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സമാന്തര യോഗമടക്കം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വിഷ്ണു ശർമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്തിന് എതിരായിട്ടുള്ള സമാന്തര യോഗങ്ങൾ നടന്നു എന്നുള്ള തെളിവാണ് രാവിലെ തന്നെ പുറത്തായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സമാന്തര യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മിനിറ്റ്സ് അടക്കമുള്ള സജി ചെറിയാൻ നൽകിയ പരാതികളാണ് പുറത്തായിട്ടുള്ളത്. 9 അംഗങ്ങളാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. 4 പേര് ഓൺലൈനായിട്ടും 5 പേര് ഓഫ്ലൈനായിട്ടും യോഗത്തിൽ പങ്കെടുത്തു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള മനോജ് ഖന്ന ഉൾപ്പെടെയുള്ള 9 പേരാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. 13-ാം തീയതിയായിരുന്നു യോഗം ചെയ്തതിനു ശേഷം രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണം, അല്ലെങ്കിൽ രഞ്ജിത്തിനെ തിരുത്തണമെന്ന ആവശ്യമായി പരാതി നൽകിയിട്ടുള്ളത്. കുക്കു പരമേശ്വരുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു തർക്കങ്ങൾ തുടങ്ങിയത്. കുക്കു പരമേശ്വരൻ അക്കാദമിയിലെ താൽക്കാലിക ജീവനക്കാരിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് രഞ്ജിത്ത് കുക്കു പരമേശ്വരനെ രൂക്ഷമായി പ്രത്യക്ഷമായി വിമർശിച്ചു. ജോലിയിൽ തുടരേണ്ട, വീട്ടിൽ പോകാനും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കുക്കു പരമേശ്വരൻ അവധി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയത്. ഇന്നലെ വരെ, അതായത് IFFKയുടെ അവസാന ദിവസമായി ഇന്നലെ വരെ കുക്കു പരമേശ്വരൻ വേദിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ പത്രങ്ങളിലും മറ്റും നൽകിയ ഇൻ്റർവ്യൂകളിലും മറ്റും നടന്മാരെയും അതോടൊപ്പം തന്നെ സംവിധായകരും ഒക്കെ മോശമായി, അതായത് മൺമറഞ്ഞു പോയ സംവിധായകന്മാരെ ഉൾപ്പെടെ മോശമായി സംസാരിക്കുന്ന ഒരു നിലപാടും ഈ രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ പാളയത്തിൽ പടയൊരുക്കം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പടയൊരുക്കം ആരംഭിച്ചിട്ടുള്ളത്. രഞ്ജിത്തിനെ അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് നിലവിലെ ആവശ്യം, അല്ലെങ്കിൽ രഞ്ജിത്ത് തിരുത്തുക. എന്തായാലും നിലവിൽ 23-ാം തീയതിക്ക് ശേഷം ഈ വിഷയങ്ങൾ കാര്യമായി ചർച്ച ചെയ്യുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ വിഷയം അതോടൊപ്പം തന്നെ അക്കാദമിയിലെ കൗൺസിൽ അംഗങ്ങളുടെ വിഷയവും ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെ പരാതികൾ ശക്തമാവുകയാണ്. 15-അംഗ ജനറൽ കൗൺസിലുള്ള 15-അംഗ ടീമിൽ നിന്നും 9 പേരാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിൽ പരാതി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഈ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും അക്കാദമി ചെയർമാനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള സാധ്യത എത്രത്തോളമാണുള്ളത്? ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ, അതായത് 27-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മുതൽ, അല്ലെങ്കിൽ ആ സമയം മുതലായിട്ട് രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഏത് ജനറൽ ബോഡി യോഗം കൂടുമ്പോഴും രഞ്ജിത്തും ഈ വിമത അംഗങ്ങൾ, അതായത് ഈ 9 അംഗങ്ങളുമായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടങ്ങൾ പറഞ്ഞ് തർക്കമുണ്ടാകാറുണ്ടായിരുന്നു. ഇത് പല ഘട്ടങ്ങളിലും ഈ അംഗങ്ങൾ ഉൾപ്പെടെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പിന് തലവേദനയാണ് തന്നെയാണ് സാംസ്കാരിക വകുപ്പിന്റെ, അതിൽ മന്ത്രിയുടെ ഉൾപ്പെടെ വിലയിരുത്തൽ. രഞ്ജിത്ത് വിവിധ ഘട്ടങ്ങളായി വിവിധ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ വർഷം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വിവാദമാണെങ്കിലും ആ വിവാദത്തിലെ പ്രതികരണം, അതോടൊപ്പം തന്നെ സിനിമ പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രതികരണമൊക്കെ വളരെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നടന്മാരെയും സംവിധായകരെയും ഒക്കെ രൂക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. വിമർശനമല്ല, അതൊരു അവഹേളനം എന്ന് തന്നെയാണ് ഈ ജനറൽ ബോഡി അംഗങ്ങളും പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ കൂടെ നിന്ന് ജോലി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ സിനിമയിൽ പ്രാഗൽഭ്യം അല്ലെങ്കിൽ സിനിമയിൽ മികവ് തെളിയിച്ചവരെയൊക്കെ ഇത്തരത്തിൽ അപഹാസിക്കുന്ന രീതിയിലേക്ക് രഞ്ജിത്ത് മാറിയതിൻ്റെ പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ രൂക്ഷമായിട്ടുള്ളൊരു പടയൊരുക്കം തന്നെ ഉണ്ടാകുന്നത്. രഞ്ജിത്തിനെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് മാറണമെന്ന് ശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ 23-ാം തീയതിക്ക് ശേഷം ഈ വിഷയത്തിൽ 9 അംഗങ്ങളും രഞ്ജിത്തിനെതിരെ ആയതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ മാറ്റാവുന്ന, അല്ലെങ്കിൽ ഈ അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാവുന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നത്. എന്തായാലും നവകേരള സദസ്സിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു ശർമ്മ. ശരി.
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പാളയത്തിൽ പട ഒരുങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.